വെൽക്കം ടു രേജൻസ്. നമ്മുടെ ഓഫറിൻ്റെ അടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നെറ്റ് കോട്ടയിൽ ഫുള്ള് ത്രെഡ് വർക്ക്, ഒരു അക്കോബ പാറ്റേണിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള മോഡൽ. അതിൻ്റെ ബാക്ക് സൈഡിലില്ല കേട്ടോ, ഫ്രണ്ട് പോർഷൻ മാത്രമാണ്. ദുപ്പട്ട നല്ല രസമുണ്ട് കാണാൻ. ഫുള്ളായിട്ട് പ്രിൻറ്റഡ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക്കാണ് ചെയ്തേക്കുന്നത്. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്, നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റം കേട്ടോ. പിന്നെ നമ്പർ V766, ഇത് 800 അടുത്ത് റേഞ്ച് ഉണ്ടായിരുന്ന ഐറ്റമാണ്. നമുക്കിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 670 രൂപ മാത്രമേ ഉള്ളൂ, 670. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പ്യുവർ ജയ്പൂർ കോട്ടൺ. അതിൻ്റെ തന്നെ ഏറ്റവും നല്ലൊരു കളർ കേട്ടോ, ബ്ലാക്ക് ആൻഡ് മെറൂണിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഒറിജിനൽ ആയിട്ട് വരുന്ന ആ ഒരു ബ്ലോക്ക് പ്രിന്റും കാര്യങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതെന്തായാലും ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ, കാരണം ആ ഒരു ഡൈയിങ് ഒക്കെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഡൈയിങ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഡ്രൈ വാഷ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട്, നല്ല രസമാണ് അതിൻ്റെ പ്രിൻറ്റും കളർ കോമ്പിനേഷനും ഡിസൈനും ഒക്കെ. ബോർഡറിൽ ചെറിയ കാന്ത ലൈൻസ് ആണ് പോയിരിക്കുന്നത്, ബാക്കി ഫുള്ള് ബ്ലോക്ക് പ്രിൻ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ടയ്ക്കകത്തും ബ്ലോക്ക് പ്രിൻ്റാണ്, പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്. ബോട്ടം നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് G281, 1800 ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 1390 1390. അടുത്തത് പ്യുവർ കോട്ട ഫാബ്രിക്കാണ്. വലിയ റേറ്റ് വരുന്നില്ല. നല്ല വൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണല്ലോ, എപ്പോഴും തന്നെ ആവശ്യമുള്ളൊരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ കൂടിയ പാറ്റേണിൽ വന്ന അതേ രീതി തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനെ കൊടുത്തേക്കുന്നത്. 2000 സംതിങ് വന്നിരുന്നതുമായിട്ട് വലിയ വേരിയേഷൻ ഇല്ല. അതിൻ്റെ ഒരു മറ്റേ വർക്കിൻ്റെ തിക്നെസ് അതിൻ്റെയൊക്കെ ഒരു വേരിയേഷനിലാട്ടോ റേറ്റ് വ്യത്യാസം വരുന്നത്. ബോട്ടം ആണെങ്കിലും നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ദുപ്പട്ട വരുന്നത് ഷിഫോണിൽ ബ്രഷ് പെയിൻറ്റാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ കൂടെ ഇടാനും പറ്റും, പക്ഷേ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ഷെയ്ഡ്. അപ്പോൾ ഇത് സ്റ്റാർച്ചൊക്കെ മുക്കിയാട്ടോ വന്നേക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി സോഫ്റ്റായിട്ട് അത് സ്റ്റാർച്ച് പോകുമല്ലോ. അപ്പം പിന്നീടും സ്റ്റാർച്ച് വേണ്ടവർക്ക് അങ്ങനെ തന്നെ മുക്കി തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് C424, 1100 ആയിരുന്നു. ഓഫർ പ്രൈസ് 899 രൂപ മാത്രമേ ഉള്ളൂ, 899. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. കോട്ടൺ തന്നെ ബാറ്റിക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇങ്ങനത്തെ കോട്ടൺ പോലത്തെ ഐറ്റംസ്, റയോൺ പോലത്തെ ഐറ്റംസും ഒക്കെ ഫസ്റ്റിലെ തന്നെ നമ്മളൊരു ശക്കലം വാഷ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് പിന്നെ മൊത്തത്തിലെടുത്ത് വാഷ് ചെയ്യുള്ളൂ കേട്ടോ. എല്ലാത്തിനും പ്രശ്നങ്ങളൊന്നുമില്ല. ചില കളേഴ്സിന് ഡൈയിങ്ങിൽ വരുമ്പം ചെറിയൊരു കെമിക്കൽ വേരിയേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആഡ് ചെയ്യുന്ന അതിൻ്റെയൊക്കെ ഒരു വേരിയേഷനിൽ ചിലപ്പോൾ എക്സസ് ഡൈ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കളർ പോയി എന്നൊക്കെ ഇരിക്കാം. എല്ലാത്തിനും അല്ല കേട്ടോ, ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുമായിരുന്നു, ഇങ്ങനത്തെ ടൈപ്പ് ബാറ്റിക്കിൻ്റെ പ്രിൻറ്റ് വരുന്ന കോട്ടൺ റയോൺ പോലത്തെ ഐറ്റംസൊക്കെ നേരെ ഓടിക്കൊണ്ടേ വെള്ളത്തിലോട്ട് മുക്കരുത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കഴുകി നോക്കുക. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചില്ല, അപ്പോൾ പോകാതിരിക്കേണ്ടത് നമ്മളും കൂടെ നോക്കണമല്ലോ. അപ്പോൾ എല്ലാ ഐറ്റംസും എനിക്കും എല്ലാം വാഷ് ചെയ്ത് നോക്കൽ ചിലപ്പോൾ നടന്നു വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഏകദേശം ഒരു ഫീൽ വരുമല്ലോ കോട്ടൺ പോലത്തെ മെറ്റീരിയൽസ് കാണുമ്പോൾ. കോട്ടണോ റയോണോ ഒക്കെ ആണെങ്കിൽ ശക്കലം ഒന്ന് വാഷ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഡ്രൈ വാഷ് ചെയ്താൽ അത്രയും നല്ലത്. ഡ്രൈ വാഷ് ചെയ്താൽ പിന്നെ അത് കളർ പോകത്തേ ഇല്ല, കളർ ലോക്ക് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് റേറ്റ് വരാത്ത ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കളർ ഗാർഡ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ കിട്ടും, ഒരു 50-60 രൂപയാവുള്ളൂ. അപ്പോൾ അത് മേടിച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അതിൽ മുക്കിയിട്ട് അതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. നമ്മൾ മാക്സിമം മെറ്റീരിയൽസ് പോവാതെ ലാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ. കോട്ടൺ റയോൺ പോലത്തെ സാധനങ്ങൾ, പിന്നെ ഈ ഒരു ബാറ്റിക്കിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ അത് ചിലതിന് മാത്രം, ചില കളേഴ്സിൽ എക്സസ് ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, കോട്ടൺ പോലത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് നോക്കിയേക്കാം. ഇതിനൊന്നും പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നിന്നല്ല, എവിടെ നിന്ന് മേടിക്കുന്ന ഐറ്റംസിനും അത് തന്നെയാണ് കേട്ടോ. എല്ലാവരും മേടിച്ചുകൊണ്ട് വെക്കുന്ന എല്ലാം വാഷ് ചെയ്ത് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് ഒരു അറ്റം മാത്രം ഒന്ന് വാഷ് ചെയ്ത് നോക്കിയിട്ട് മാത്രം മൊത്തത്തിലെടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടല്ലോ, പ്രിൻറ്റ് നല്ല രസമുണ്ട് കേട്ടോ, കളർ കോമ്പിനേഷൻ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ W537, ഇത് 999 ആയിരുന്നു. നമുക്ക് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 790 മാത്രമേ ഉള്ളൂ, 790.